പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ആനന്ദത്തിന് കാരണം രണ്ട്. ഒന്ന്, നാളെ പെന്തക്കോസ്ത ദിനമാണ്. പരിശുദ്ധാത്മാവ് ശരിക്ക് സ്ലീഹന്മാരുടെ ജീവിതത്തിൽ എന്നതുപോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അഗ്നിരൂപനായിട്ട് കടന്നു വരുന്ന ദിനമാണ്. നാളെ കുർബാനയിലൊക്കെ നല്ല എരിവോടുകൂടി ആഗ്രഹത്തോടുകൂടി പരിശുദ്ധാത്മാവിനായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട സേവകമട്ടാരിസിൻ്റെ അടുത്ത് ആദ്യവള്ളി ശുശ്രൂഷയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛനും സോജിച്ചിനൊക്കെ എംഫസൈസ് ചെയ്തൊരു കാര്യമാണ്. ആഗ്രഹിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാത്മാവ് ചൊരിയപ്പെടുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഇന്നലെ സന്തോഷത്തിൻ്റെ നിദാനം ഗാഗുൽത്ത പോളേട്ട് എന്ന് പറയും. അതായത് അച്ഛൻ ഇതിനു മുമ്പ് സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലായിരുന്നു, അറിയാലോ. അവിടെ ധ്യാനം കൂടാനായിട്ട് വന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ഗാഗുൽത്തായിൽ ഒരു ആരാരില്ലാത്ത രോഗികളൊക്കെ ശുശ്രൂഷിക്കുന്ന ഒരു കേന്ദ്രം, ധ്യാന കേന്ദ്രത്തിൻ്റെ പുറകിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറയുമായിരുന്നു, ഓടി വന്നിട്ട് അച്ഛനെ മറന്നോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ആളെ കിട്ടിയില്ല. അദ്ദേഹം പറയുമായിരുന്നു, അച്ഛാ നോക്കിയേ 70 പേർക്ക് എല്ലാ ദിവസവും ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അച്ഛൻ അന്ന് ധ്യാനത്തിൽ പറഞ്ഞതാണ്, ഞാൻ ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം ധ്യാനം കൂടിയിട്ട് ഒരു 1.5 വർഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം പറയുമായിരുന്നു എല്ലാ ദിവസവും. എന്നിട്ട് അപ്പോൾ എനിക്കൊരു സംശയം തോന്നിയപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇന്നത് എന്ന് പറഞ്ഞ് ഓരോ ദിവസം ഞാൻ നോക്കിയ സഹോദരങ്ങൾ ശരിക്കും നമ്മളറിയാത്ത പലരും ഈ ഒരു സുവിശേഷ വേലയിൽ പങ്കുകാരാവുണ്ട്. നിങ്ങളെയും അതിന് പ്രത്യേകമായിട്ട് അച്ഛൻ ക്ഷണിക്കാൻ കേട്ടോ. ഒരു 50 പേർക്ക്, ഒരു 60 പേർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കുക. അത് നിങ്ങളിങ്ങനെ വിചാരിക്കരുത് ഇതിന് എന്തെങ്കിലും ലാഭേച്ഛ അച്ഛന് വല്ല പൈസ കിട്ടുന്ന പരിപാടി ഉണ്ട് നോക്കിയാൽ അതൊന്നുമില്ല. ഇത് മോണിറ്ററൈസ് ചെയ്തിട്ടുള്ള ഈ ചാനലിൽ നിങ്ങളങ്ങനെ ഒരു കച്ചവടക്കാരനായി ഇവിടെ കരുതരുത്. സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഇതൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. പിന്നെ നോക്കിയാൽ നാളെ പെന്തക്കോസ്തയ്ക്ക് ഒരുക്കമായിട്ട് 11:2 അവിടെ വചനം പറയാണ്, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഇതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. പ്രിയ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ ഈ കൃപകളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യും, മക്കൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നില്ലേ? ഈ ആത്മാവിനെ വിളിച്ചു വരുത്തുക. നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം ആത്മാവ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മക്കളിലേക്ക് ഈ ആത്മാവ് പകരപ്പെടും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് നാളെ പെന്തക്കോസ്ത ദിനത്തിൽ ഷോർട്ട് മാസിനല്ല പോകേണ്ടത്, ഉച്ച തിരിഞ്ഞ് മിക്കവാറും കൊച്ചച്ഛനായിരിക്കും. അപ്പോൾ ഷോർട്ട് മാസമായിരിക്കും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ജന്മത്തിൽ ഈ ആത്മാവിന് നിങ്ങൾക്ക് കിട്ടില്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാൻ അച്ഛന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നന്നായിട്ട് സമയമൊക്കെ എടുത്ത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന അച്ഛന്മാരോടൊക്കെ പറയും, അച്ഛന്മാർ പറയും, നമ്മൾ അടുത്ത് വെച്ചാൽ എല്ലാവരും പറയണേ, കൂടെ നിൽക്കുന്നവരും എല്ലാവരും പറയണത് കുർബാനയുടെ സമയം കുറയ്ക്കേ, പ്രസംഗത്തിൻ്റെ സമയം കുറയ്ക്കേ. എല്ലാവരും പറയുമ്പോൾ ആർക്കും വേണ്ടി അച്ഛാ എന്നുള്ള ചിന്തയൊക്കെ പലപ്പോഴും അച്ഛന്മാർ ഈ ഷെയറിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഞാൻ വന്ന് പറയുമ്പോൾ ഞാൻ പറയും, അച്ഛാ ഈ കാര്യത്തിൽ നമ്മൾ ആൾക്കാർ പറയുന്നത് കേൾക്കരുത്, വേറെ ഏത് കാര്യത്തിലും വേണമെങ്കിൽ അച്ഛൻ കേട്ടോ. പരിശുദ്ധ കുർബാനയുടെയും ഉദാശകളുടെയും കാര്യത്തിൽ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന പ്രചോദനം സ്വീകരിച്ച് നമ്മുടെ ആത്മീയ പിതാക്കന്മാരായിട്ട് കൺസൾട്ട് ചെയ്ത് വായ തോന്നിയത് കോതയ്ക്ക് പാട്ടല്ല, 1 മണിക്കൂർ തലേ ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ വചനം പറയുക. ജനം ഇഷ്ടമെന്ന് പറഞ്ഞാലും ശരി, ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ശരി, അത് നമ്മുടെ കടമയാണ്. നാളെ ദൈവം നമ്മോട് ചോദിക്കും. ഇതാണ് ഞാൻ വികാരം. നമ്മുടെ ഇങ്ങനെ വിഷമമായിട്ടൊക്കെ വരുന്ന അച്ഛന്മാർ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കൊടുക്കുന്ന ഉപദേശം സൗജന്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം അച്ഛൻ്റെ അടുത്തേക്ക് ഇനി ഇതായിട്ട് വരണ്ട. പ്രൈസ് ദ ലോർഡ്. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ. വിശുദ്ധ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ.